ഫൈനലി ഇന്ന് ഷാമിന്റെ എൻഗേജ്മെന്റ് ഡേ ആണ്. അതെ, ആ ദിവസം വന്നെത്തിയിരിക്കുകയാണ്. നമ്മൾ ഇത്രയും കാലം കാത്തിരുന്ന ഒരു ദിവസം എന്താണ്. ആള് നല്ല ടെൻഷനാണ്. പക്ഷെ സത്യം പറഞ്ഞാല് ഇവർക്ക് നല്ല ടെൻഷൻ ഉണ്ട്. പക്ഷെ ഇവളെ കാട്ടി കൂടുതൽ ടെൻഷൻ സത്യം പറഞ്ഞാൽ മര്യാദയ്ക്ക് ഉറങ്ങാൻ വരെ പറ്റുന്നില്ല. ഉറങ്ങി ഇങ്ങനെ വരുന്ന സമയത്ത് കണ്ണു തുറക്കുമ്പോ അവൾ ആ ഡ്രസ്സിൽ നിൽക്കുന്നത് ടെൻഷൻ അടിച്ച് നടക്കുന്നതൊക്കെ എനിക്ക് അത്രമാത്രം ടെൻഷൻ ഒന്നുമില്ല. ഗസ്റ്റിനെ കണ്ടു തോന്നുന്നുണ്ട്. സാധാരണ ടെൻഷൻ അടിച്ച് എങ്ങനെയല്ലോ കുറച്ചു നേരം കഴിഞ്ഞാൽ ശരിക്കുള്ള അവസ്ഥ കാണാം. അപ്പൊ ഞാനിപ്പോ മൈലാഞ്ചൊക്കെ രാവിലെ മൈലാഞ്ചൊക്കെ നല്ല റെഡ് കളർ, റെഡല്ല ഡാർക്ക് കളറായിട്ടുണ്ട്. ഞാൻ കുറെ സോപ്പൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, എന്നാലും എന്തോ ഒരു ഭാഗ്യത്തിന് ഇത് റെഡ് കളറായി. കൈയൊക്കെ നല്ല ഭംഗിയിൽ വരുന്നുണ്ട്. പിന്നെ ഷാമിന്റെ ഡ്രസ്സാണ് ദേ ആ പുറകില് തൂക്കിയിട്ടേക്കുന്ന കേട്ടോ. നമ്മളിപ്പോ ഇരിക്കുന്നത് കറക്റ്റ് മേക്കപ്പ് ചെയ്യാനുള്ള ആ ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഇവള് നേരെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിന്റെ പിന്നെ ഡ്രസ്സ് ഇപ്പൊ 12 മണിയായി. കൃത്യം പറഞ്ഞാല് 12 മണിക്ക് മേക്കപ്പിന്റെ ആൾക്കാരെല്ലാരും വരുന്ന പറഞ്ഞു. അവരെല്ലാരും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഷാമിന്റെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണം. ഇതേ പുറകിൽ തൂക്കിയിട്ടിരിക്കുന്ന ഡ്രസ്സ് ഇട്ട് ഷാമി ഇടാൻ പോകുന്നത് ഇതാണ്. ഷാമിന്റെ എൻഗേജ്മെന്റ് ഡ്രസ്സ് ഇതേ കറക്റ്റ് നമ്മൾ ചുളിയാണ്ട് കൃത്യമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പ്രാവശ്യം ചുളുങ്ങി പിന്നെ അവിടെ കൊണ്ടുപോയിട്ട് വീണ്ടും അയൺ ചെയ്ത് നമ്മൾ ഇങ്ങനത്തെ ഒരു കവറിൽ വാങ്ങിച്ചുകൊണ്ടെന്നാണ്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചാണ്. ഇനി നേരെ പോയി ഷാമി ഇത് ഇടുന്നു. കുറെ ദിവസം ഈ ഡ്രസ് ഇടാൻ വേണ്ടിട്ട് ഞാൻ വെയിറ്റ് ചെയ്തത്. കാര്യങ്ങൾ അത്രയും ആഗ്രഹിച്ച് അതേപോലെ തന്നെ സെറ്റ് ചെയ്ത് അവർക്ക് വേണ്ടി ഡിസൈൻ ചെയ്യിപ്പിച്ച സാധനമാണ്. അതൊക്കെ ഇട്ട് സ്വന്തം ഇട്ട് ഇങ്ങനെ കാണാൻ വേണ്ടി ഇങ്ങനെ വെമ്പി ഡ്രസ് ഇട്ട് തീരെ സമയമില്ല. വേഗം പോയിട്ട് ഡ്രസ് ഇട്ടു. അങ്ങനെ ഷാമി ഇതാ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഇരുന്നുണ്ട് കേട്ടോ. അതിന്റെ മുകളിൽ അതാണ് മെയിൻ. അത് വന്നാലും നിങ്ങൾക്ക് ആ ഒരു സ്ഥാനം മനസ്സിലാവും. ഹോളിലേക്ക് പോകണം. ഇതിലാടെ നിൽക്കണം. അപ്പൊ കുറേ ആൾക്കാരിങ്ങനെ വരും. എനിക്ക് തോന്നുന്നു എനിക്ക് വൈകുന്നേരം ആകുമ്പോ അതിന്റെ ഒരു വെളിവ് വരുള്ളൂ. ഇതുവരെയൊക്കെ ബോധം വന്നില്ല. ഓക്കെ എൻഗേജ്മെന്റ് ആണ്. രാത്രി എത്ര മണി വരെ പ്രാക്ടീസ് ചെയ്തോണ്ട് ശരിക്കും ചെയ്യുന്ന ക്രൂരതയാണ്. പക്ഷെ ഡാൻസ് അറിയുന്ന ഒരാളായിട്ട് ഗ്രൂപ്പിലുള്ളൂ. പിന്നെ ഓളോട് ചോദിക്കാൻ നല്ല കമന്റ്സ് ഉണ്ട്. എന്താ പറയാ, ബ്രൈഡിന് എന്ന് വെച്ചാൽ സ്വന്തം കല്യാണത്തിന് ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അവസ്ഥയല്ലേ. എങ്ങനെ ഷാമിന്റെ ഹെയർ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യും. നമ്മള് ഫ്ലവേഴ്സ് വാങ്ങാൻ മറന്നുപോയി. ഓട്ടോയിൽ കൊടുത്തു വിടാന്ന്. ആയിക്കോട്ടെ. ഷാമിൻ അവിടെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളിനി ഫസ്റ്റ് ഞങ്ങൾ എന്തായാലും ഫുഡ് കഴിക്കാൻ പോവുകയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷാമിക്ക് ഫുഡ് കൊടുക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഇടയിൽ നമ്മൾ ഫ്ലവർ മേടിക്കാൻ മറന്നുപോയി. അതിപ്പോൾ അവർ ഓട്ടോക്കാർ കിട്ടിയോ? ഫ്ലവർ കിട്ടിയോ? ക്യാഷ് ലിക്വിഡ് ക്യാഷാണ് വേണ്ടേ? ഞാൻ എടുത്തരാം. നിൽക്ക് അത് നമ്മൾ ഫ്ലവർ മേടിക്കാൻ മറന്നുപോയി. അപ്പം അതിപ്പോൾ നമ്മൾ വേറൊരാളെ കൊണ്ട് ഇങ്ങോട്ട് എത്തിച്ചതാണ് കേട്ടോ. സല്ലൂനും കാണാനില്ല. അവൻ ആരെയോ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണെന്നാ തോന്നുന്നത്. നമ്മുടെ ഫ്ലവേഴ്സ് എത്തി. കിട്ടിയില്ലേ? ഒരു ലോഡ് ഉണ്ട്. ഇതോള തലയിലേക്ക് മാത്രല്ല, എല്ലാരും തലയിലേക്ക് ഉള്ളതുണ്ട്. നോക്കട്ടെ, നല്ല രസമുണ്ടായിക്കോണേ. റോസ് പൂ പറഞ്ഞില്ലായിരുന്നു. കിട്ടി, സല്ലൂനെ കിട്ടി. ഈ എവിടെയായിരുന്നു? തന്നെ എത്ര നേരം തപ്പി? അത് ഫുള്ളോളെ തലയിൽ ഇട്ടെടുത്താലോ? ഉണ്ടോ റോസ്? അതാ എവിടെ റോസ് ഉണ്ട്? ഇത് വേണമെങ്കിൽ നോക്കാന്ന് വെച്ചിട്ടോ. കാര്യം ഉള്ള ഡ്രസ്സിന് ഈ റോസ് വെച്ച് നല്ല ഭംഗി ഉണ്ടാവും. അപ്പൊ ചിലപ്പോ പറ്റി നമുക്ക് വെച്ചു. അങ്ങനെ കഴിച്ച് ഞങ്ങൾ ഇതേ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇമ്മ ഫുഡ് ഫുൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ ചിക്കൻ കറിയും ചോറും മാത്രമായിട്ടുള്ളൂ. ബാക്കിയുള്ള സാധനമൊക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ലേറ്റ് ആയി പോകും. ഞങ്ങൾക്ക് വേഗം ഇറങ്ങേണ്ടതുകൊണ്ട് വേഗം ഭക്ഷണം കഴിക്കുക, എന്നിട്ട് റെഡി ആവുക. അതെ, 2:15 ആകുമ്പോഴത്തേക്ക് ഇറങ്ങുക. കാര്യം ഇപ്പൊ തന്നെ ഒരു 1:30 ആയി സമയം. ഞങ്ങൾക്ക് 2 പേർക്ക് റെഡി ആവാണ്ട്. ഷാമിന്റെ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഷാമിക്ക് ഫുഡ് കൊടുക്കണം. ഷാമിക്ക് ഫുഡ് കൊടുക്കണം. അപ്പൊ എന്തായാലും 2:30 ആവുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ മാക്സ് ഞങ്ങൾ ആദ്യം കഴിച്ചാലുള്ള ഇതൊക്കെ കഴിയുക. അതിനുകൊണ്ട് കിട്ടിയത് നല്ല ചൂട് ചോറും ചൂട് കറിയോ. വേഗം കഴിച്ചിട്ട് പോവാം. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ ഷാമിന്റെ അവസ്ഥ എന്തായി നോക്കാം. ഷാമി ഇതാ ഒരുവിധം റെഡി ആയിരിക്കുകയാണ്, പുരോഗമിച്ചോണ്ടിരിക്കുകയാണ്. ഇനി മുടി കെട്ടാനേ ഉള്ളൂ അല്ലേ? ഇനിയിപ്പോ മുടി കെട്ടി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സെറ്റ് ആവും. അപ്പൊ നിങ്ങൾക്ക് എന്നെ കണ്ടാൽ മനസ്സിലാവും. ടെൻഷൻ ഉണ്ടോ? തീരല്ലോ. സലൂണിൽ പോയി ബ്ലീച്ചൊക്കെ ചെയ്ത് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. മുഖത്ത് എന്തോ അത് മിസ്സായി. അമ്മ പണീന്റെ ഒക്കെ ഇടയിൽ വന്നതാ. മനസ്സിലാവൂല്ലോ. അപ്പൊ കുറച്ച് കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അവിടെ മറ്റേ മേലത്തിട്ടില്ല. എങ്ങനെ ഡ്രസ്സല്ലോ സൈഡ് അതല്ല ഭംഗി. അങ്ങനത്തെ ഡ്രസ്സാണല്ലോ ഇപ്പൊ ഇടുന്നത്. ഈ കമ്മല് ഫിക്സ് ചെയ്തോ? ഫിക്സ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ടുള്ളൂ. പക്ഷെ വെച്ചേല് ഒരു ഇത് തോന്നണതില്ല, ഫ്രഷ് ലുക്ക് തോന്നുന്നത് ഇതാണ്. അങ്ങനെ ഷാമി ഏകദേശം ഇവിടെ റെഡി ആയി കഴിയാനായില്ലേ അല്ലേ? കഴിയാനായി. അപ്പൊ ഇനി ഞങ്ങള് പോയിട്ട് വേറെ റെഡി ആയിട്ട് വരാം കേട്ടോ. അഞ്ചിനി എവിടുന്ന് കിട്ടുന്നുള്ളത് പറഞ്ഞോളൂ. അഞ്ചി റെഡി ആവണ്ടേ?
അമൽ വന്നിരിക്കുന്നു ഗൈസ്. ഹലോ ഉണ്ണി ഇതാണ് ഗൈസ് ഉണ്ണി. അമലിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ അത്. അമലിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഗൈസ്. അതാ ബ്രൈഡ് ഇവിടെ ബോയ്സ് എല്ലാരും എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇവര് മാറ്റാൻ പോവാണ് കേട്ടോ. നിങ്ങളിപ്പോ മാറ്റാൻ പോവല്ലേ? വേഗം റെഡി ആയിക്കോ. പറഞ്ഞ പോലെ സമയമില്ല. അവസാനം നിങ്ങൾ ലേറ്റ് ആക്കരുത്. ഞങ്ങൾ കറക്റ്റ് ടൈമിൽ തീർക്കും കേട്ടോ. 10 മിനിറ്റ് മതി റെഡി ആവാൻ. ശരിയാണോ? ഡ്രസ് മാത്രം ഇട്ടാ മതി. നമുക്കാണ് പണി. നമുക്ക് റെഡി ഉണ്ടേ. വാ, നീ കൊലത്ത് നടന്നപ്പോ ചീത്ത കുമ്പന്റെ അടുത്തുനിന്ന് ഫുള്ള് റെഡി ആയി കഴിഞ്ഞു. ഫുള്ളി ഞങ്ങളെ മേക്കപ്പും കഴിഞ്ഞ് മൊത്തത്തിൽ ഞങ്ങള് റെഡി ആയി കേട്ടോ. ഇതാണ് ഞങ്ങൾ പറഞ്ഞ ലൈറ്റ് പിങ്ക് ഷെയ്ഡിലുള്ള വരെ ഏകദേശം ഒരുപോലെയാണ്. ആ സ്റ്റോണിന് മാത്രം ചെറിയൊരു കളർ ചേഞ്ച് അത്രേ ഉള്ളൂ. വേറെ ഞങ്ങൾ തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല കേട്ടോ. മറ്റേ വീഡിയോയിൽ നിങ്ങൾ സൈഡിൽ നിന്ന് ഡ്രസ്സ് കണ്ടു എന്നൊക്കെ പറയുന്നത് അത് നിങ്ങൾ കണ്ടത് ഇത് മാത്രമാണ്. അപ്പൊ മൊത്തത്തിൽ ഇങ്ങനെയാണ് നമ്മുടെ ഡ്രസ്സ് വരുന്നത്. ഇനി നമുക്ക് നമ്മളെ ബ്രൈഡിനെ കാണാൻ വരൂ. ഞങ്ങളെ കാണാൻ കൊതിച്ച ആ ഒരു ലുക്ക് തന്നെ ഗൈസ്. നല്ല ഈ മറ്റേ ഇതിലില്ലേ ദീപിക പദക്കോൺ ഇതാണ് ഗൈസ് ഞങ്ങൾ മൂന്ന് പേരും കൂടെ. ഞങ്ങൾ ഹീൽസ് ഇട്ടോണ്ടാട്ടോ അങ്ങനെ. ഞങ്ങൾ കുറച്ചും കൂടി ഇങ്ങനെ ഉണ്ടാവും. പിന്നെ കാക്കി അമലേട്ടനും കുർത്തയൊക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട്. അത് കാണിച്ചു തരാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് താഴേക്ക് പോയിട്ടുള്ള ആദ്യമായിട്ട് കാണുന്ന റിയാക്ഷൻ ഫുള്ള് ഡ്രസ്സൊക്കെ ഇട്ട് റെഡി നോക്കട്ടെ. ബ്രദറാണ് അതിനോണ്ട് തന്നെ സ്പെഷ്യൽ. നല്ല അടിപൊളി കുർത്തിയൊക്കെ ഇട്ട് അതിന്റെ മുകളിലൊരു കോട്ടും. ഇപ്പുറത്തെ അമലും റെഡി ചെയ്ത് നിൽക്കാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇറങ്ങല്ലേ? ഞാൻ ഇറങ്ങാൻ പോവാണ് താഴോട്ട്. താഴോട്ട് ഇറങ്ങാൻ പോവാണ്. നമുക്ക് ഓരോരുത്തർ റിയാക്ഷൻ കാണാം. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവര് ബ്രദേഴ്സ് എല്ലാരും ഒരേ കളറിൽ റെഡി ആയി നിൽക്കണം കേട്ടോ. സല്യം കൊടുത്തേ ഇപ്പൊ കാണിച്ചുതരാം. കണ്ടോ? ഷാമിയും കൂടെ നിക്ക്. ഇപ്പൊ കറക്റ്റായി. ഇവരെല്ലാരും ഒരേ ഷെയ്ഡ്. നല്ല രസമുണ്ട് എല്ലാരും കൂടെ നിൽക്കുന്നതാണ്. അവിടെ ഉണ്ടാവും. ഇതാണ് എന്റെ എല്ലാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ എവിടെയാണ്. ഇതാണ് ഞങ്ങളെ ഡാഡി. ഇതാണ് ഞങ്ങളുടെ ഡാഡി. മോള് ഒരുങ്ങിട്ട് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? കയ്യിൽ പാതല്ലോ മൈലാഞ്ചി കീന കാണും പുതിയ പെണ്ണെ മഷിയിട്ട കറപ്പിക്കും കണ്ണ്. ഞങ്ങള് കുറച്ച് നേരത്തെ ഇറങ്ങാണ് ഗൈസ്. കാരണം ഞങ്ങൾ അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കാണ്ട് ഉമ്മ ഒന്നും മാറ്റിയിട്ടില്ല. ഉമ്മ ഒക്കെ മാറ്റി റെഡി ആയിട്ട് ഇപ്പൊ അങ്ങോട്ടേക്ക് വരും. അമ്മക്ക് ഇറങ്ങാം. നമ്മൾ ഇറങ്ങട്ടെ എന്നാല്. ഗൈസ് ഇതൊക്കെയാണ് നമ്മൾ ഇവിടുന്ന് ജുനുവിന് കൊടുക്കുന്ന ഹാമ്പേഴ്സ്. അപ്പൊ ഇതൊക്കെ നമുക്ക് നേരെ കാറിലേക്ക് വെക്കാം അല്ലെ? ഇവിടെ അതിന്റെ ഇടയിൽ ഫോട്ടോ സെഷൻ നടന്നുകൊണ്ടിരിക്കും. ക്യാമറമാൻ അമലിനോടൊപ്പം ഏതിലേക്കാണ് വെക്കണ്ടേ? ഓ ടെൻഷൻ ഉണ്ടോ? ചെറുതായിട്ട്. ഇപ്പൊ ചെറുതായിട്ട് വന്നില്ലേ? ചെറുതായിട്ട് കാര്യങ്ങളിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണല്ലോ. അതെ അതെ. പിന്നെ ലേറ്റ് ആയി, അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു റഷിലാണ്. അതെ അതെ. മുന്നില് സല്ലും ഉണ്ട്. അതിന്റെ പിന്നാലെ പിടിക്കണം. എങ്ങാനും ബ്ലോക്ക് കുടുങ്ങിയ നമ്മൾ എത്താൻ ലേറ്റ് ആയി. അത് അടുത്ത വിളി വന്ന് ഇപ്പൊ ഹാളിൽ എത്തിയതാണ്. നമ്മൾ ഡെക്കറേഷൻ്റെ ഒന്നും 5-ന്റെ നമ്മൾ കുറച്ച് രാവിലെ നോക്കിയിരുന്ന എന്താണ് ഇവിടെ എത്തിയതൊക്കെ. പക്ഷെ ഈ ഒരു ദിവസം നമുക്ക് ഇങ്ങോട്ട് തിരിഞ്ഞു പോകാനേ പറ്റിയില്ല. എന്തായെന്നൊന്ന് പോയി നോക്കാട്ടോ. എവിടെ ഹോളെവിടെ? ബാബാ സലു. ഇത് ഫുഡ് കഴിക്കുന്ന ഏരിയ ആണ്. ഈ പൂളിൻ്റെ സൈഡിലായിട്ട് ഹാള് ആ എൻഡിലാണ് വരുന്നത്. ഹായ് കൊള്ളാം. നമ്മൾ ഫുള്ള് റൗണ്ട് ടേബിൾസ് ആക്കിയിട്ട് ഒരു വെറൈറ്റിക്ക് കൊള്ളാം അല്ലേ? സ്വിമ്മിംഗ് പൂളിൽ സൈഡിൽ സ്വിമ്മിംഗ് പൂളാണ്. ഇവിടെ കഴിഞ്ഞ് ഇവിടെയും ഫുള്ള് ഫുഡിൻ്റെതാണ് കേട്ടോ. ഫുള്ള് ഫുഡിൻ്റെ സെക്ഷനാണ് ഗൈസ്.
ഡെക്കറേഷൻ കണ്ട് കിളി പോയി. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കിഷ്ടമായി. നല്ല രസത്തിൽ ചെയ്തിട്ടുണ്ട്. അടിപൊളി. അഞ്ച് ഡെക്കറേഷൻ നോക്ക്. സൂപ്പറായിട്ട്. ഞാൻ അത്ര പ്രതീക്ഷിച്ചില്ല. നമ്മള് പിക്ചർ കൊടുത്തത് എന്തോ അതേപോലെ തന്നെ ഡെക്കറേഷൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് അവര് കറക്റ്റ് ഷാമിന്റെ ലുക്കും ജുനുവിന്റെ ലുക്കും കറക്റ്റ് ആട്ടോ ഇതിന്. ഇനി ഇവിടെ ചേഴ്സും കൂടി വരാനുണ്ട്. അപ്പൊ ആ ഞാൻ ആ സ്റ്റേജിന് മുകളിൽ നിന്ന് ഇപ്പുറത്തേക്ക് കാണിച്ചു കൊടുക്കട്ടെ. ഇതൊക്കെ നോക്ക്, നല്ല രസം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അടിപൊളി. ഇനി ഇവിടെ ചെയർ എല്ലാം കൂടെ വന്ന സെറ്റ് ആയി. നിങ്ങൾ വർക്ക് ചെയ്യുന്നു. ബാപ്പു എങ്ങനെയുണ്ട്? അടിപൊളിയില്ലേ? എങ്ങനെടാ? കിടിലൻ അല്ലേ? അങ്ങനെ ഫൈനലി നമ്മളിവിടെ എത്തി. എന്താ നമ്മൾ ഹോളൊക്കെ പോയി നോക്കി. ഹോളൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. പുറകിൽ ഷാമിന്റെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ നേരം നല്ല അടിപൊളി കിട്ടില്ല ഫോട്ടോസ് കിട്ടുന്നു. കുറേ നേരമായില്ല ഇങ്ങനെ നിൽക്കാൻ നോക്കിയിട്ട്. അഞ്ച് കുറേ അനുഭവിച്ചാണ്. ചെരിഞ്ഞു നിൽക്കൂ, തിരിഞ്ഞു നിൽക്കൂ നോക്കിയിട്ട് രണ്ടാളും കൂടി കളിയാക്കിയിരുന്നു. ഇപ്പൊ ആയില്ല, അവലായിട്ട് ടൈം ആവുന്നേ ഉള്ളൂ അല്ലേ? ആഹാ, അഞ്ചിന്റെ എൻഗേജ്മെന്റ് എനിക്ക് ഓർമ്മ വരുന്നു. ഞാൻ പുറകോട്ടുണ്ടേ കഴിഞ്ഞ ഇവരാണ് നമ്മുടെ ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി ചെയ്യുന്നത് കേട്ടോ. കാപ്പിക്സോ വെഡിങ് ഫിലിംസ് എന്നാണ് ഇവരുടെ കമ്പനീന്റെ പേര്. നല്ല അടിപൊളി ഫോട്ടോസും വീഡിയോസും ആണ്. അഞ്ചിന്റെ പ്രോഗ്രാം ചെയ്തത് ഇവരായിരുന്നു. ഇപ്പൊ ഷാമിന്റെതും ചെയ്യുന്നത് ഇവർ തന്നെയാണ്. ഫോട്ടോ സെഷൻ കഴിഞ്ഞില്ല ഗൈസ്. ഇവിടെ പിന്നെ ഫാമിലി ഓരോരുത്തരായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഫുള്ള് ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. ഓരോരുത്തരായിട്ട് ഇങ്ങനെ ക്ഷണിച്ച് ഇങ്ങനെ മോളിലേക്ക് ഹോളിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഓൺ ദ വേ ആണ്. അപ്പൊ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ ഇവരൊക്കെ. നല്ല മഴക്കാർ മഴ പെയ്ത കഴിഞ്ഞല്ലേ? കല്ലുവിന്റെ മൂത്ത ബ്രദറിന്റെ ചെറുതാട്ടോ അത്. കളർ കണ്ടോ? അതെ, ഇവര് എല്ലാരും ഒരേ കളറാ. ഇവിടെ മമ്മി എത്തിയിട്ടുണ്ട്. പിന്നെ മമ്മി നമ്മുടെ ഫാമിലിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. മമ്മി കണ്ടുകൊണ്ടിരിക്കുന്നു. മാമ എത്തിയില്ല. നോക്കട്ടെ. ഷാമി ഞങ്ങൾ അവരെ കൊണ്ടാക്കി വരെ. എല്ലാരും പാർട്ടി ഹാളിലേക്ക് പോവാണ് ഗൈസ്. മമ്മി ഷാമിന് എങ്ങനെയുണ്ട് കാണാൻ? ഷാമി അടിപൊളി. ഇതൊക്കെ നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്ഥലമാണ് ഗൈസ്. പക്ഷെ ഇപ്പം മഴ പെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ഇതായിട്ടുണ്ട്. നമുക്കിപ്പോൾ പാർട്ടി ഹാളിലേക്ക് ഇരിക്കാം കേട്ടോ. സല്ലു എല്ലാവരും ഈ ഹാളിലേക്ക് ആക്കാനുള്ള ഒരു തിരക്കിലാണ്. ക്ഷീണിച്ചല്ലേ? നല്ലതാ. ഇനി കുറച്ച് റെസ്റ്റ് ആവാം. റിഫ്രഷിങ്. നല്ല സമാധാനം. ജുനു വന്നെന്ന് തോന്നുന്നു. താഴെ എല്ലാവരും കൂടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ ബ്രൈഡിനെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഹായ്, ചെറിയച്ഛനും ചേച്ചി എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. അഞ്ചിന്റെ ഫാമിലി എത്തി, നിന്റെ ഫാമിലി എത്തി, എല്ലാവരും ഉള്ളിലുണ്ട്. എല്ലാരും മൊത്തത്തിൽ ജഗബോഗയായി പോയി. എല്ലാരും എത്തിയില്ലേ? ജുനു വന്നോ? ജുനു വന്നെന്നാ തോന്നുന്നത്. ഞാൻ പോയി നോക്കിട്ട് വരാം. അയ്യോ ഷാമി, ജുനു കയറിയിട്ട് നീ കയറുക. ഓക്കെ, ആ എന്നാ പോര്. മക്കളൊക്കെ എല്ലാരും കൂടെ വരണം. തീരെ പേടിയില്ലാത്ത കുട്ടിയാ. വെള്ളം കുടിച്ചോ? അപ്പം ആദ്യം തന്നെ ചെക്കൻ്റെ എൻട്രി ആണ്. ബ്രൈഡിനെ നമുക്ക് ഇവിടുന്ന് മാറ്റി നിർത്താം. ഷാമി ബാ പോര്. ഞാൻ ഷാമി ബ്രൈഡൊക്കെ ഒന്നും പറയല്ലേ. നമ്മളിപ്പോ ബ്രൈഡിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയതാണ്. ഞാൻ വീണ്ടും ഞാൻ പറഞ്ഞു, ഞാൻ ബ്രൈഡല്ല ഷാമിയാണ്. അവിടെ നമ്മൾ ബ്രൈഡിനെ അവിടെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ ജുനു വന്നിട്ടുണ്ടോ നമുക്ക് നോക്കാട്ടോ. ജുനും ഫാമിലി ആണെന്ന് തോന്നുന്നു. അവിടെ താഴെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ കുറേ പേര്. അവിടെ താഴെ ആരൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. നമുക്ക് ഷാമിയുടെ അടുത്തേക്ക് തന്നെ പോവാം. എൻട്രി വന്നിട്ട് സ്റ്റേജിൽ ഇരിക്കുമല്ലോ, അത് കഴിഞ്ഞിട്ടല്ലേ ഞാൻ പോവാ. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് എനിക്ക് ഹാമ്പർ കൈമാറുമല്ലോ. അതിന് ശേഷം ഞാൻ നിന്റെ ഹാമ്പേഴ്സ് അങ്ങോട്ട് കൊടുക്കുക ചെയ്യാം. സൈഡിൽ വെക്കണ്ടേ? എന്നുവെച്ചാൽ സ്റ്റേജിന്റെ സൈഡിൽ നമ്മൾ റെഡിയാക്കി വെക്കാം. നമ്മളത് ഒന്നുകിൽ ആരെങ്കിലും കസിൻസിനെ എന്റെ പിടിച്ചിട്ട് അവരവിടെ
ആ കാറ് താഴെ കേട്ടോ. ബാബു ഓടിക്കും ഓടിക്കും. അമലെ നിങ്ങൾ റിസീവ് ചെയ്യാൻ നിൽക്കില്ലേ? എന്നാ ബാ പോര് പോര് പോര്. ഉണ്ണി 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 ബാ പോര് പോര്. സാധനം എടുക്കാനാടാ, നേരെ ഓടി വാ. നമുക്ക് വേഗം പോയിട്ട് ആ ഹാമ്പർ എടുത്തുകൊണ്ട് വരണം. എന്നിട്ട് ഹാമ്പർ എടുത്തിട്ട് സ്റ്റേജിൻ്റെ ഒരു സൈഡിൽ സെറ്റ് ചെയ്ത് വെക്കണം. ഹാമ്പർ കിട്ടി. ലിഫ്റ്റ് കിട്ടിയില്ല, എല്ലാവരും കൂടെ സ്റ്റെയർ കയറാം. നമ്മൾ ഈ ഹാമ്പർ കൊണ്ട് അവിടെ എത്തുന്നതിന് മുന്നേ ചുരു എത്താതിരുന്നാൽ മതിയായിരുന്നു. അറിഞ്ഞൂടെ ഒരു ഐഡിയ ഇല്ല. നിന്റെ കസിൻസ് എവിടെ നിങ്ങള്? പിടിച്ചേ. സുബഹി നേരം വീശും കാറ്റിൽ സുഗന്ധമായവൾ തഴുകും എന്നെ. സുവർഗത്തോപ്പിലെ ഹൂറിയെ പോലെ മൊഞ്ചത്തിയായൊരു പെണ്ണിവളല്ലേ. കിലുങ്ങും കൊലുസിൻ അയ്യോ ഞാൻ കണ്ടില്ല, കേറിപ്പോയി. സുബഹി നേരം വീശും കാറ്റിൽ സുഗന്ധമായവൾ തഴുകും എന്നെ. സുവർഗത്തോപ്പിലെ ഹൂറിയെ പോലെ മൊഞ്ചത്തിയായൊരു പെണ്ണിവളല്ലേ. കിലുങ്ങും കൊലുസിൻ കൊഞ്ചലുമായി ചാരെ വരുമോ നീ, ചാരെ വരുമോ നീ. ഞാൻ കണ്ട്. ഇനിയിപ്പോ നമ്മൾ എന്താന്ന് വെച്ചാല് ഷാമിന്റെ എൻട്രി ആണ് എടുത്തത്. അതിനെ ജഡാറ് പിടിച്ചിട്ട് ജഡാറ് പിടിച്ചിട്ട് ഞങ്ങള് ഫ്രണ്ടിലുണ്ടാകും. എന്നിട്ട് അതിന്റെ പുറകെ ഷാമി വരും. നല്ല രസം. ഇതാണ് ഗൈസ് ജുനുവിന്റെ ഫാമിലി. ജുനുവിന്റെ പപ്പയും മമ്മിയും ഉള്ളത്. പിന്നെ ജുനുവിന് ഒരു സിസ്റ്ററും കൂടിയുണ്ട്. ഇരിക്കാൻ വേണ്ടിയോ കഷ്ടപ്പെട്ട് അഞ്ചിക്ക് കാല് ഭയങ്കരമായിട്ട് കുഴയുന്ന കേസ്. അപ്പം ഇരിക്കാൻ വേണ്ടിട്ട് നമ്മള് ചെയർ ഇട്ട് കൊടുത്തു. രണ്ടുപേരും ഇരുന്നാലും കൂടെ ചെയർ ഇട്ടത് എങ്ങനെയുണ്ട് ബുദ്ധി? ഷാമിത ഇപ്പോഴും ഫോട്ടോ സെഷനിലാണ് ഗൈസ്. ഫോട്ടോസ് ഒന്നും തീർന്നില്ല. കുറെ നേരമായിട്ട് ഫോട്ടോസ്. ബാക്കിയുള്ള ഫോട്ടോ എടുത്തതിന് ശേഷം ബാക്കി പറയാം. അതാണല്ലേ തർജ്ജമ? അതെ, തർജ്ജമയാണ്. ഞങ്ങള് ഫോട്ടോ എടുക്കാൻ വേണ്ടി സ്റ്റേജിൽ കയറിയതാ. ഇപ്പൊ എങ്ങനെ ഇരിക്കണം?
ഫോട്ടോ എടുക്കുമ്പോ ഈ പറഞ്ഞത് കഥ നേരെ നോക്കി പറ, മുഖത്ത് നോക്കി പറ. തുടക്കത്തില് ജനുവിന് 32 കൊല്ലം പുറത്തായിരുന്നേ. പിന്നെ ക്ലാസ് പോയി കുറച്ച് ഓഹോ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആയി. അതേപോലെ തന്നെ അത് താത്തി ചിരിച്ചോണ്ട് ഇനി ചിരിക്കാൻ തന്നെയാ. ശ്രീരി അടുത്ത ജുൻഖാന്റെ പാട്ടാണ്. മുഞ്ചുള്ള പെണ്ണല്ലേ? എന്റെ മുഖത്ത് ദയവേത് നോക്കരുത് പ്ലീസ്. മുഞ്ചുള്ള പെണ്ണല്ലേ നോക്കി മോളെ മുഖത്ത് നോക്കിട്ട് കവിളിങ്ങനെ ഒന്ന് അതിന്റെ ഒരു ഫേവറേറ്റ് സോങ് ആണ്, അതുകൊണ്ടാണ്. പറഞ്ഞിട്ട് ഞാൻ പാടിയാലോ? അനൗൺസ് ചെയ്ത് പാടിയാ ജുനു പാട്ട് പാടാൻ പോവുകയാണ്. ശ്യാമിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സോങ്ങാണ്, എപ്പോഴും എന്നോട് പാടാൻ വേണ്ടി പറയുന്ന ഒരു സോങ്ങാണ്. അപ്പോൾ ഞാനത് ഞാൻ പാടാം. നമ്മളെല്ലാവരും ഇവിടെ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞ് ഇപ്പം നമ്മുടെ ഡാൻസ് സാധനങ്ങളുണ്ട്. എല്ലാവരും ഇതിന് വെയിറ്റ് ചെയ്തിരിക്കട്ടോ. പേടിയാണ് ഡാൻസ് എന്ന് പറയുമ്പോൾ. ഓർമ്മല്ലേ, ഞങ്ങൾക്ക് അധികം പ്രാക്ടീസ് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല. അതിനോട് എന്താവുന്ന യാതൊരു ഐഡിയ ഇല്ല. അതാണ് പ്രശ്നം. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കുകയാണ്. അഞ്ചിന്റെ ഫാമിലി ഇതേ ഇവിടെ ഉണ്ട്. ബാക്കിയുള്ള എല്ലാവരും ഓരോരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇവളെ കിട്ടായിട്ട് ഞാൻ എവിടെ നിന്നോ പൊക്കിക്കൊണ്ടുവന്നാണ്. എല്ലാവരും കൂടെ ഹോളിലേക്ക് വിളിക്കുന്നുണ്ട്. ഇപ്പോൾ പോയിട്ട് വരാം. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് അവസാനം നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ്. ഷാമിനെ അത് വിട്ട് കിട്ടിയിട്ടുണ്ട്, ജുരുവിനെയും കിട്ടിയിട്ടുണ്ട്. വിശന്ന് അങ്ങ് എത്തിയില്ലേ? നിങ്ങൾക്ക് തലവേദന വിഷമിട്ട് നമ്മളെ പരിപാടി ആകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ കഴിക്കാൻ പോകും. എല്ലാവരും കൂടെ വട്ടത്തിലിരുന്ന് പെട്ടെന്ന് ഫുഡ് കഴിക്കാൻ പോവാണ്. നല്ലോണം വിശക്കുണ്ട്. നമ്മൾ ആരും കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. എല്ലാരും ഭക്ഷണം കഴിച്ചു, ഞങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ചല്ലോ അങ്ങ് എത്തിയില്ലേ? ഓർമ്മയുള്ളൂ. പിന്നൊന്നും ഓർമ്മയില്ലേ അല്ലേ? നല്ല അടിപൊളി വെള്ളയപ്പവും സ്റ്റൂവും ബീഫും. ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യണമെന്ന് വിചാരിച്ചു. ഗസ്റ്റ് ഒക്കെ ഭൂരിഭാഗം പോയി. എല്ലാവരും ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമ്മുടെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് എന്നിട്ട് ക്യാമറേൻ്റെ ആൾക്കാരെല്ലാവരും ഫുഡ് കഴിക്കാൻ ഇരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ലെമൺ ടീയും പിന്നെ പൈനാപ്പിൾ ടീ അടിപൊളി. നീ ടേസ്റ്റ് ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അവർക്ക് ലെമൺ ടീയും പൈനാപ്പിൾ ടീ എടുത്ത് കൊടുക്കുകയാണ് നമ്മൾ. ലെമണ് ഒരു 3 അടിപൊളി, പൈനാപ്പിൾ ടീ 3 അടിപൊളി. ഇവിടെ ലെമൺ ടീ, പൈനാപ്പിൾ ടീ, ജിഞ്ചർ ടീ, പിന്നെ എന്തൊക്കെയായിരുന്നടാ? അങ്ങനെ 6 ടൈപ്പ് ടീ. എല്ലാം ടേസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഏറ്റവും കൂടുതൽ ഞാൻ കഴിച്ചത് പൈനാപ്പിൾ ടീ. നല്ല ടേസ്റ്റ് ഉണ്ട്. അമ്മയ്ക്ക് ചായ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേവറേറ്റാ. അപ്പൊ വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു പൈനാപ്പിൾ ടീ കഴിച്ചില്ലെങ്കിൽ മോശമല്ലേ? കഴിച്ചു നോക്കിയമ്മ. എത്രാമത്തെ ചായ? ഇവിടെ ഇപ്പൊ സമയം നട്ടപാതയായിട്ടുണ്ട്. ഇവിടത്തെ ഇത്രയും ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്കിത് കാര്യമായിട്ടൊന്നും നോക്കാൻ പറ്റില്ല സത്യം പറഞ്ഞാല്. ഇതെന്താ മറ്റേ നെയ്പ്പത്തലും നൂൽപ്പൊറാട്ടി, വെള്ളയപ്പം, പട്ടൂരി ഉണ്ടായിരുന്നു, മട്ടൻ സ്റ്റൂ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മൾ കഴിച്ചത്. നമ്മൾ മട്ടൻ സ്റ്റൂ മട്ടൻ സ്റ്റൂവും വെള്ളയപ്പമാണ് കഴിച്ചത്. പിന്നെ ഞാൻ കുറച്ച് ബിരിയാണിന്റെ റൈസും കഴിച്ചത്.
പിന്നെ ഫിഷ് മുളക് ഇട്ടതുണ്ടായിരുന്നു. ഇത് കുറെ പേര് കഴിച്ചിട്ടുണ്ട്. പിന്നെ അത് chicken പിന്നെ റീസ്റ്റോർ ചെയ്തായിരിക്കും. പിന്നെ നമ്മുടെ ചിക്കൻ ബിരിയാണി. ഇത് ചിക്കൻ ബിരിയാണി, അതിന്റെ മസാല, ഗീ റൈസ് ഉണ്ടായിരുന്നു, ചിക്കൻ നൂഡിൽസ്. ഷാമിന്റെ ഫേവറേറ്റ് പക്ഷെ ഒന്നും കഴിക്കാൻ പറ്റിയില്ല. ആമി ഇറങ്ങിപ്പോരുത് അങ്ങനെ തന്നെ. ഫോട്ടോ സെഷൻ രാത്രി എത്ര മണിയാ? സമയം ഞാൻ പറഞ്ഞ 11 മണിയാവാറായി. അതുകൊണ്ടാണ് ഞാൻ ആ ഡയലോഗ് പറഞ്ഞു കേട്ടോ. ഇതുവരെ നമ്മുടെ ഫോട്ടോ സെഷൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ആളില്ലാത്തത് നോക്കണ്ട, പുറത്ത് മൊത്തത്തിൽ ആൾക്കാരാണ്. ഫുൾ എല്ലാരും ഫുഡ് കഴിച്ചിട്ട് എന്താ വർത്താനം പറഞ്ഞിരിക്കല്ലേ? പറഞ്ഞിരിക്കുക എല്ലാവർക്കും നല്ല വൈബ് എല്ലാരും പുറത്ത് കഥയും പറഞ്ഞിരിക്കും. ഞങ്ങളെല്ലാം കൂടെ പകുതി ഔട്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു വൈബുണ്ട്. മമ്മി ഇവിടെ സൈഡായിരിക്കുന്നുണ്ട്. സല്ലുദേ അവിടെ സൈഡായിരിക്കുന്നുണ്ട്. സൈഡായോ? അമലതേ ഇവിടെ കഥ പറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ ഷാമിക്ക് കിട്ടിയ ഗിഫ്റ്റാണ് ഗൈസ്. നമ്മള് മൊത്തത്തിൽ ഒരു സൈഡിൽ ഇവിടെ ഒതുക്കി വെച്ചതാണ് കേട്ടോ. ഇനി നമുക്ക് പോകുന്ന നേരം ഇതൊക്കെ അടുക്കി പെറുക്കിയിട്ട് വേണം വീട്ടിൽ പോവാൻ. പാക്കപ്പ്. അങ്ങനെ എല്ലാരും പോവാണ്. നമ്മളിവിടുത്തെ ടൈം തീർന്നു. വെറുതെ പോകാൻ പറ്റില്ല. ഗിഫ്റ്റ് പാക്കപ്പ്. ഈ ഗിഫ്റ്റ് മൊത്തം എടുത്തിട്ട് വേണം നമുക്ക്. അതെ, പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ ഗിഫ്റ്റ് എല്ലാം കൂടെ പാക്ക് ചെയ്തിട്ട് നേരെ കാറിലേക്ക് പോവാം. എല്ലാവരുടെ കയ്യിലുണ്ട്. എല്ലാവരുടെ കയ്യിലും വേണ്ടോളം ഗിഫ്റ്റ് സാധനങ്ങളും ഉണ്ട്. ശ്രദ്ധിച്ചിറങ്ങണം. എല്ലാവരുടെ കയ്യിലും ഗിഫ്റ്റാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ്. സമയം പറഞ്ഞോ. 12:45. ഇപ്പോഴാണ് ഞങ്ങൾ വീട്ടിലെത്തിയത്. കാറിന്ന് സാധനങ്ങളൊക്കെ ഇറക്കി അൺലോഡ് ചെയ്ത് അതിന് തന്നെ വേണം 1 മണിക്കൂർ. അതൊക്കെ ഇറക്കി ഇനിയിപ്പോ എന്റെ തലയിൽ ഒരുപാട് സാധനങ്ങൾ ഊരാനുണ്ട്. അതൊക്കെ ഊരാണ്. അത് കഴിഞ്ഞിട്ട് നാളെ എണീറ്റിട്ട് നമുക്ക് ഈ ചോക്ലേറ്റ് മൊത്തം കഴിക്കണം. പ്രോഗ്രാം കിട്ടില്ല. പ്രോഗ്രാം കിട്ടില്ലേ? തന്നെ ആയതുകൊണ്ട് എനിക്ക് ആരോടൊന്നും ചോദിക്കാനോ പറയാനോ ഒന്നിനും പറ്റില്ല. അടിപൊളിയായിരുന്നു. ഞാൻ ഫോട്ടോ എടുക്കുക. ഞങ്ങൾ സത്യം പറഞ്ഞ അടിച്ചു പൊളിച്ച് മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടായിരുന്നു. പക്ഷെ ഓട്ടത്തിനൊരു വൈബ് ഉണ്ടായിരുന്നു അല്ലേ സല്ലു? ആരുടെയും കോലം കാണാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ട്. പക്ഷെ സത്യം പറഞ്ഞ ഞങ്ങൾ ഈ കോലത്തിലായത് അടിച്ചു പൊളിച്ചിട്ടാണ്. ഇത് ചെറിയ വിരലാണ് കേസ് ഇട്ടത്. ഇത് കുറച്ച് സൈസ് ചെറുതായി പോയി. അപ്പൊ അറബിയിൽ ജുബിൻ എഴുതിയതാണ്. ഇതിനിപ്പോ കൊണ്ടുപോയിട്ട് വലുതാക്കിയിട്ട് ഈ വിരലിന് പറ്റുന്ന രീതിയിലാക്കണം. അറിങ്ങിടുന്ന ആ വിരലിൽ തന്നെ ഇടണം അല്ലേ? അതെ അതെ അതെ. കല്ലൊക്കെ സൈഡായിട്ടുണ്ട്. സൗണ്ട് വരെ ഞങ്ങളതൊക്കെ ഒരുവിധം മാറിയിട്ടുണ്ട്. പക്ഷെ പ്രോഗ്രാം ഒക്കെ മാഷാഅല്ലാഹ് അടിപൊളിയായിട്ട് കഴിഞ്ഞു അല്ലേ? നല്ല അടിപൊളി. എല്ലാവർക്കും എല്ലാം അടിപൊളിയായിട്ട് കഴിഞ്ഞ്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. പിന്നെ നമ്മള് ഡാൻസ് കളിച്ചതും പാട്ട് പാടിയതും ഒക്കെ നമ്മള് വീഡിയോയിൽ പറ്റിയിട്ടില്ലെങ്കിൽ ഷോർട്സ് ആയിട്ട് എന്തായാലും വീഡിയോയിൽ നമുക്ക് കോപ്പിറൈറ്റിന്റെ പ്രശ്നം ഉണ്ട്. അതിനോടാണ് ലോങ് വീഡിയോ ആയിട്ട് ഇടാത്തത്. അപ്പൊ ഷോർട്സ് ആയിട്ട് നമ്മൾ എന്തായാലും ഇടുന്നതായിരിക്കും. ലോങ് വീഡിയോ ആയിട്ട് ഇടും. അപ്പൊ ഗൈസ് എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങളെ കൂടെ വേണം, അനുഗ്രഹം വേണം. അപ്പൊ